ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2015 ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ കാലടിയിലോട്ട് കാലുവെച്ച് ഇറങ്ങിയത്. അന്ന് എനിക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് ABCD അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ആ സമയത്തിന് ശേഷം വന്ന ഓരോ ദിവസങ്ങളും ഞാൻ വളരെ കാൽക്കുലേറ്റീവായിട്ട് ഓരോരിടത്ത് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭാരതം ജനാധിപത്യ രാജ്യമാണ്. അതിന് ഏറ്റവും മുതൽക്കൂട്ടായി, ഏറ്റവും അർത്ഥവത്തായി പ്രതികരിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഞാൻ കാലടിയെ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഏറ്റവും നല്ല വ്യക്തി ആരാണ്, എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന LSGD ആണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ചിന്തിച്ചുകൊണ്ട് ആയിരുന്നു കാലടിയുടെ ജനങ്ങൾ, പ്രത്യേകിച്ച് കാലടിയുടെ ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും വോട്ട് ചെയ്യുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ച് 2015 ശേഷം വന്ന ഇലക്ഷന് നേമം നിയോജക മണ്ഡലത്തിലെ മുതൽക്കൂട്ടായി കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സഹമന്ത്രിയായി വർത്തിച്ച സീനിയർ മോസ്റ്റ് നേതാവായ ശ്രീ O രാജഗോപാൽ MLA ആയി 2016-21 കാലഘട്ടത്തിൽ നേമ നിയോജക മണ്ഡലത്തിൽ കിട്ടി. അപ്പോൾ എന്റെ കാലയളവിന് ശേഷം ആദ്യം വന്ന ഇലക്ഷന് നമ്മുടെ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന, അസംബ്ലിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനും അദ്ദേഹത്തോട് സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന്റെ ഭാഗമായി കാലടിയിൽ ഏറ്റവും നല്ല തരത്തിലുള്ള വികസനം കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സത്യം ഈ കാലടിയുടെ ജനതയുടെ മനസ്സിൽ ഉണ്ടായി. അതിന്റെ ഭാഗമായി അടുത്ത വന്ന LSGD ഇലക്ഷനും മറ്റ് ഏത് ഇലക്ഷൻ വന്നാലും ഏത് പാർട്ടിയിലെ വ്യക്തിയാണോ ഏറ്റവും നല്ലതായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് റിസൾട്ടിന്റെ അറ്റ്മോസ്റ്റ് റിസൾട്ട് വേറെയാണെങ്കിൽ കൂടി കാലടിയുടെ ജനത ഇവിടെ വോട്ടിന്റെ പാറ്റേൺ അനുസരിച്ച് നോക്കുമ്പോൾ കാലടിയുടെ ജനത തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആയിരിക്കും ഏറ്റവും നല്ല വ്യക്തി. പ്രവർത്തനത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്നുള്ളത് വോട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം വന്ന കാലടിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി പല ഇലക്ഷനുകളും നടന്നു. അതിന്റെ ഭാഗമായി ഇപ്പോ 2026 ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ വന്ന സമയത്ത് എല്ലാവർക്കും വലിയ ആശങ്കയായിരുന്നു, എങ്ങനെയായിരിക്കും റിസൾട്ട്. പക്ഷെ അന്ന് ഞാൻ രാജീവേട്ടനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ മത്സരിച്ച സമയത്ത്, ചേട്ടാ അസംബ്ലിയിൽ അങ്ങനെ ആയിരിക്കില്ല, റിസൾട്ട് നമ്മുടെ നേമം മണ്ഡലം അറിഞ്ഞു തന്നെ ചെയ്യും, എന്തായാലും വിജയം സുനിശ്ചിതമാണെന്ന് രാജേട്ടനോട് അമ്പലത്തിൽ, തളിയൽ അമ്പലം ക്ഷേത്രത്തിൽ വന്നപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇലക്ഷനൊക്കെ വലിയ മാറ്റുമറച്ചിലുകളൊക്കെ വന്നപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഓരോന്നും പങ്കിട്ട് വന്ന സമയത്ത് പോലും കാലടി ഒരു തരി പോലും പിന്നോട്ട് പോകാതെ ഞാൻ എവിടെയൊക്കെ കയറുന്നു, ഇവിടെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇലക്ഷന് നിന്നത്, BJP എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല കാലടിയുടെ ജനങ്ങൾ കണ്ടത്. ഞാൻ ഏത് വീട്ടിൽ പോകുന്നു, ആദർശപരമായി അവര് LDF-ഉം UDF-ഉം ആണെങ്കിൽ കൂടി എന്നോട് പറയുന്നത് ഇവിടെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, മറ്റ് വാർഡുകളിൽ നോക്കിയാൽ മതി. അവരെന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, കാലടിയിലെ പൗരസമിതി, എല്ലാ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളും മുതിർന്ന ആൾക്കാരും വീടുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഏറ്റവും അനുകൂലമായി ചിന്തിച്ച വനിതാ രത്നങ്ങൾ ഉൾപ്പെടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് മഞ്ജുവിനെ കണ്ടിട്ടുണ്ട്, അതിന് മുന്നേ O രാജേട്ടൻ ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായി നമ്മളോട് അടുപ്പം കൂടി അടുത്ത് വന്ന് കാര്യങ്ങൾ സാധിച്ചു തന്ന ആൾക്കാർ എന്ന നിലയിൽ ഞങ്ങൾ ഇതിന് മുൻതൂക്കം കൊടുത്തിരിക്കും, കാലടിയിൽ തിരിഞ്ഞു നോക്കണ്ട എന്ന്. എന്നാലും ചെറിയ ഇലക്ഷൻ ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇന്ന് നേമം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കാലടിയുടെ പൗരജനങ്ങൾ കൊടുത്തത് രാജീവേട്ടനാണ്. ഒരു വാർഡിലും ഇല്ലാത്ത വളരെ വലിയ ഭൂരിപക്ഷമാണ് 2143 വോട്ട് എന്നുള്ളത്. അപ്പോ ഈ വാർഡിന്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസനം ഇവിടെ ഉണ്ടാവണം. 16-21 കാലഘട്ടത്തിൽ അവർ പറഞ്ഞതിന്റെ ഏകദേശം ഒരു 10-20% വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു. നമ്മൾ ഈ നിൽക്കുന്ന NSS കരയോഗം റോഡ് എന്ന് പറയുന്നത് വളരെ പൊട്ടിപ്പൊളിഞ്ഞ് ഏറ്റവും മഴക്കാലം വരുമ്പോൾ വെള്ളം കയറുന്ന ഒരു പ്രദേശമായിരുന്നു. അന്ന് O രാജേട്ടന്റെ ഫണ്ട് കൊണ്ട് ഇവിടെ നന്നായി ഉയർത്തി റോഡ് ചെയ്ത്
നമുക്ക് ഓണയൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും കൂടുതൽ കല്യാണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ നല്ല ഒരു പ്രദേശമായി മാറ്റുവാൻ NSS കരയോഗത്തിനെ മാറ്റുവാൻ രാജേട്ടന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു. അതുപോലെ ഏറ്റവും നല്ല വികസനം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ഏറ്റവും പോസിറ്റീവ് എനർജി, പോസിറ്റീവ് തരംഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് സ്കൂൾ അന്തരീക്ഷം. കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കമായ സൗണ്ടുകൾ കൊണ്ട് പ്രദേശത്തെ ഏറ്റവും ഭംഗിയായി പോസിറ്റീവായി കൊണ്ടുപോകുന്ന ഒരു തരംഗം ഉണ്ടാക്കാം. അത് ഉണ്ടാക്കുവാൻ കാലടി സ്കൂളിന്റെ 6 കോടി രൂപയുടെ വികസനത്തിലൂടെ കാലടി പ്രദേശത്തിന് കഴിഞ്ഞു. അത് മാത്രമല്ല പലയിടങ്ങളിലും ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടും പറ്റുന്ന തുക മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ആറിന്റെ കടവുകളൊക്കെ വികസിപ്പിക്കുവാൻ രാജേട്ടന് കഴിഞ്ഞു എന്നുള്ള ഒരു സത്യം നമുക്കുണ്ട്. കഴിഞ്ഞ അസംബ്ലിയിൽ വളരെ നല്ല രീതിയിൽ രാജേട്ടനോടൊപ്പം വർക്ക് ചെയ്യാനും അത് അനുഭവിക്കുവാനും ഈ ജനങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഒരുപാട് കാലടിക്ക് ഒരുപാട് കാലം മുതൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് അത് അവതരിപ്പിക്കുവാനും അത് കേൾക്കുവാനുമുള്ള ഒരു നല്ല മനസ്സുള്ള ഏറ്റവും വലിയ ടെക്നോക്രാറ്റായ ഇന്ത്യയിലെ തന്നെ യൂണിക്കോൺ BPLന്റെ സ്ഥാപകനായിട്ടുള്ള ഒരു സൈനികന്റെ, രാഷ്ട്രസ്നേഹിയായ ഒരു സൈനികന്റെ പുത്രനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നമ്മളോടൊപ്പം ഈ 5 വർഷവും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. ഒരുപാട് വികസനങ്ങൾ നമ്മുടെ കാലടിയെ ഈ വെള്ളക്കെട്ടിൽ നിന്നൊക്കെ രക്ഷിക്കുവാനായിട്ട്, ഇടുങ്ങിയ റോഡുകളിൽ നിന്നൊക്കെ രക്ഷ കെട്ടുവാനായിട്ട്, പാലങ്ങളുടെ സംരക്ഷണത്തിനായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാലടിയുടെ ജനതയ്ക്ക് പറയുവാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് കേൾക്കുവാനും അത് പറയുവാനുമുള്ള ഒരു അവസരം ഇന്ന് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ നന്ദി പ്രകാശനത്തിനായിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ഈ ഒരു യുദ്ധത്തിനെ നേരിടുന്ന, ലോകം തന്നെ യുദ്ധത്തിനെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഡീസൽ പെട്രോളുകൾക്കൊക്കെ വില കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് അനുസൃതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ലഘൂകരണമായിട്ട് ജനങ്ങളെ നേരിൽ കാണുന്ന ഒരു പ്രക്രിയയിലൂടെ രാജീവേട്ടൻ വളരെ കാര്യമായിട്ടാണ് ഇന്ന് ഇവിടെ കാലടിയിൽ എത്തിയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, കാലടിയുടെ ജനതയ്ക്ക് ഇനി വരുന്നത് സുവർണാവസരങ്ങൾ ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.